ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യം. വാർത്തകളിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആശാമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം ചെയ്യുമെന്ന് ആശാവർക്കർമാരും പറഞ്ഞു. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, സമരത്തിന്റെ രൂപം മാറുമോ, ഭാവം മാറുമോ? എത്രത്തോളം കടുപ്പിക്കാൻ സാധിക്കും അത്രത്തോളം കടുപ്പിക്കും ആശാമാർ സമരം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 13 ദിവസമായി തന്നെ ഇവർ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഈ മഹാസംഗമത്തിനു ശേഷം പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ആശാ വർക്കർമാർ അടക്കമുള്ളത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിറകോട്ടുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ സമരം കിടക്കും. ഞങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്ക് 62 വയസ്സാകുമ്പോൾ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വയസ്സായി. ഞങ്ങൾക്ക് വയസ്സായ കാലത്ത് ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ അതിന് വേണം ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം. ഇത് രണ്ടും ഞങ്ങൾക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ. അതുവരെ ഇത് കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ സമരം കിടക്കും. ഞങ്ങൾ ആരെ നിർബന്ധത്തിനോ ആരെ പിന്തുണയിലോ അല്ല വന്നത്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം അവകാശം, ഞങ്ങൾ കഷ്ടപ്പെട്ട അവകാശം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ, മാറില്ല. കഴിഞ്ഞ ദിവസം രണ്ട് മാസത്തെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 2 മാസത്തെ കുടിശ്ശിക കിട്ടും. 1 മാസത്തെ നമ്മുടെ ഓണറേറിയവും ഇൻസെന്റീവാണ് നമുക്ക് തന്നിട്ടില്ല. വെറും 1 മാസത്തോ 7000 രൂപയിൽ 1 രൂപ കൂട്ടി തന്നിട്ടില്ല. വേണമെങ്കിൽ ഞങ്ങളുടെ മൊബൈലുകൾ നോക്കാം. ഞങ്ങൾ 17 വർഷമായി കയറി. ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ ആരോഗ്യവകുപ്പിന് വേണ്ടി ചെലവാക്കി അസുഖബാധിതരായി. അപ്പം ഞങ്ങൾ വെറും കൈയോടെ എന്തായിരുന്നാലും പോകാൻ തയ്യാറില്ല. ഞങ്ങൾ പിരിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വലിയ തുകയൊന്നും കേൾക്കുന്നില്ലല്ലോ. 5 ലക്ഷം രൂപ നമുക്ക് ആനുകൂല്യം, വിരമിക്ക് ആനുകൂല്യം തരാൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും ഞങ്ങൾ ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും അതിനും ഞങ്ങൾ 5 രൂപ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഇത്രയും ആരോഗ്യവകുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എല്ലാം നമുക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാത്തിനും ഇല്ല. അവരൊരു പാർട്ടി പരിപാടി, എവിടെ പാർട്ടി പരിപാടിയിൽ അവരുടെ ആരോഗ്യവകുപ്പിൽ എന്ത് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് പരിപാടി വെച്ചാലും അപ്പോഴും വിളിക്കും. ആശാ വർക്കർമാർ മുൻപേ എത്തിയിരിക്കണം. വരാത്തവരെ ലിസ്റ്റ്, ഇവിടെ എത്താത്തവരെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരണം, പേര്. അതിനെല്ലാം ഞങ്ങൾ കടം വാങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. കടം വാങ്ങി ഞങ്ങൾ അവിടെ ചെന്ന് പങ്കെടുക്കും കേട്ടോ. ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജയിക്കുമല്ലോ. ഞങ്ങൾ രണ്ടാമതും ജയിപ്പിച്ചു വിട്ടെന്തോന്നറിയാം. ഞങ്ങളുടെ ഈ ആശാമാരുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരും, ചോദിക്കാതെ തരും എന്നും പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ ഞങ്ങൾക്ക് പാർട്ടി ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടി, ഞങ്ങൾ ഈ ഇരിക്കുന്ന 3000 ആശാമാർക്കും പാർട്ടി അവരവരുടെ ഇഷ്ടം പാർട്ടി. ഞങ്ങൾ പാർട്ടി പറഞ്ഞല്ല ആശാ വർക്കേഴ്സ് എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു പാർട്ടികളുടെ ഒരു സമ്മർദ്ദമോ ഒരു സഹായം എന്ന് പറഞ്ഞാൽ അവർ വന്ന് ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്നെന്നുള്ളതല്ലാതെ ഞങ്ങൾ അവരുടെ പ്രേരണയിലല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവകാശം ചോദിക്കാനാണ്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങളുടെ അവകാശം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യണ കാശ്, വെയിലും മഴയും കൊള്ളുന്ന കാശ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ 2 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡ് ഞങ്ങൾക്ക് സാധിച്ച് തന്നേ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവരുടെ മാലാകമാരെന്നല്ലേ ഞങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഈ കൊറോണ സമയത്ത് ഇവരെല്ലാവരും വീട്ടിലിരുന്ന് ഞങ്ങളെ രാവും പകലും ഇറങ്ങിക്കയറി ഞങ്ങളെ എല്ലാവർക്കും വീട്ടിലിരിക്കുമ്പോൾ വിളിക്കും. മരിച്ചിന് അവർക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത സാധനം പറയുന്നതാണ് മാഡം, വേറെ ഒന്നുമല്ല. വാങ്ങിക്കൊടുത്ത കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താവശ്യമുണ്ട്. രാത്രി 10 മണിയായാലും 11 മണിയായാലും നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല. എനിക്ക് വണ്ടിയൊന്നുമില്ല. ഓട്ടോക്കാരന് കടം വെച്ച് ഞാൻ പോകും, വാങ്ങിക്കൊണ്ടുവന്ന് അവരുടെ ആവശ്യം മരുന്നായിരുന്നാലും എന്തായിരുന്നാലും പറയും, ഞങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അല്ല, ഞങ്ങൾ അവിടെ ജോലിയിൽ ഒരു പിറകോട്ടും ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ സന്തോഷം, മനസ്സ് നിറഞ്ഞ് 2 കൈ നീട്ടി സന്തോഷമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്തെന്ന് പറയുമ്പോൾ ജീവനാണ് കുറയണമെന്ന് ഞങ്ങൾ. പക്ഷെ എനിക്ക് വന്നു, അത് ചെറുതായിട്ട് വന്നു, അങ്ങ് പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ ചികിത്സ ചെയ്ത് അങ്ങ് മാറി. പക്ഷെ ഞങ്ങൾ നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക്, നാട്ടുകാർക്കും വേണ്ടി ഞങ്ങളെ ജീവനെ കൊടുത്ത് ഞങ്ങൾ അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കൂലിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഏത് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ ഇവിടുന്ന് വിജയം കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോവുകയുള്ളൂ. അത്
സത്യമാണ്. ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം അടക്കം തന്നെ ഈ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? നമുക്ക് നമ്മളെ നമ്മളെ വിജയത്തിന് വേണ്ടി പിന്തുണയ്ക്കാൻ വന്നവരാണ് അവര്. അത് നല്ല കാര്യം തന്നെ. പക്ഷെ അവർ വന്ന് നമ്മളെ മുഖ്യമന്ത്രിയും നമ്മളെ ആരോഗ്യമന്ത്രിയും നമുക്ക് ഇവിടെ വരണം. എന്നാൽ മാത്രമേ ഈ സമരം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. നമ്മളെ കാര്യങ്ങൾ അവർ വന്ന് ഇവിടെ ഈ സമരപന്തലിൽ വന്ന് അവരത് അംഗീകരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ വന്ന് പിന്തുണച്ചിട്ട് കാര്യമില്ല. നമ്മളെ മുഖ്യമന്ത്രിയും നമ്മളെ ആരോഗ്യമന്ത്രിയും നമ്മളെ സമരപന്തലിൽ വന്ന് നമ്മളെ ആശന്മാരുടെ കാര്യങ്ങളെല്ലാം അവർ കേട്ട് അതിനുള്ള പരിഹാരം അവർ കണ്ടെത്തണം. 2 മാസത്തെ ഓണറേറിയം എന്ന് പറഞ്ഞ് 1 മാസത്തെ ഓണറേറിയം 7,000 രൂപ വന്നു. പക്ഷെ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ 13,200 രൂപയാണ് നമുക്ക് 1 മാസത്തെ ഓണറേറിയം എന്നാണ് പറയുന്നത്. അവർ തരട്ടെ 13,200 രൂപ. പല മാധ്യമങ്ങളിലും വന്നു 13,200 രൂപയാണ് ഓണറേറിയം എന്നാണ് പറയുന്നത്. 26,400 രൂപ അവർ ഓണറേറിയം അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വന്നിട്ടുള്ള വേറെ 7,000 രൂപയാണ്. ബാക്കി പൈസ അവർ തരട്ടെ. ഇതേപോലെ തന്നെ കഴിഞ്ഞ 13 ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പാർട്ടികൾ ഇത്തരത്തിൽ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഈ സമരം മുന്നോട്ട് പോകണം. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്, അനാവശ്യമായിട്ടുള്ള സമരമല്ല. ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം തുടരണം. അതിന് പിന്തുണയുണ്ട് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ വ്യക്തമാക്കുന്നത്. ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രി വീണ ജോർജ് ആണെങ്കിലും ഈ സമരപന്തൽ സന്ദർശിക്കണം. മറ്റു പാർട്ടികൾ അല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വരുന്നതിന് പുറമെ ഈ മുഖ്യമന്ത്രിയും കൂടാതെ വീണ ജോർജും അടക്കം ഈ പിന്തുണയുമായി സമരപന്തൽ സന്ദർശിക്കണം. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് എന്ന നിലപാട് തന്നെയാണ് ഈ ആശാ വർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഈ സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനൊരു ഇത് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർക്കുള്ളത്. കാളിദാസ്. ശരി വിനയ, എന്തായാലും ഗുരുതര ആരോപണം തന്നെയാണ് ആശാ വർക്കർമാരടക്കം ഇപ്പോഴും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നമ്മളടക്കം വാർത്ത നൽകിയതാണ് 2 മാസത്തെ ഓണറേറിയം നൽകുമെന്നുള്ള തരത്തിൽ. എന്നാൽ ഇപ്പോൾ അവിടുത്തെ ആശാ വർക്കർമാർ പറയുന്നു തങ്ങൾക്ക് 2 മാസത്തെ ഓണറേറിയം ലഭിച്ചില്ല. നൽകുമെന്ന് പറഞ്ഞ 2 മാസത്തെ ഓണറേറിയം ലഭിച്ചിട്ടില്ല. 1 മാസത്തെ ഓണറേറിയം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതും 7,000 രൂപ മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. മറ്റൊരു കാര്യം, 2 മാസത്തെ ഓണറേറിയമായ ഓരോ മാസവും 13,200 രൂപ നൽകും എന്ന് പറഞ്ഞ് 2 മാസം 26,400 രൂപ നൽകുമെന്ന് പറഞ്ഞത് അതിൽ 7,000 മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സർക്കാർ തെളിവോടെ കാണിക്കട്ടെ എന്നുള്ള കാര്യം കൂടിയാണ് ആശാ വർക്കർമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സമരം കടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല. തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായുള്ള സമരം അവർ തുടരുക തന്നെ ചെയ്യും. അത്രത്തോളം അമർഷം, അത്രത്തോളം സങ്കടം ഈ ആശാ വർക്കർമാരുടെ ഉള്ളിലുണ്ട്. അത് പുറത്തെത്തിക്കും, അല്ലെങ്കിൽ അത് പുറത്തെടുക്കും വരെ, അല്ലെങ്കിൽ അത് പ്രതിഷേധാഗ്നിയാകും വരെ അവർ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ DGP വിളിച്ച യോഗം ഇന്ന്. യോഗത്തിൽ കഴിഞ്ഞ 1 വർഷത്തെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിക്കും. യോഗത്തിന് ശേഷം വിശദമായ ചർച്ച നടത്തും.